ഇവരെയൊക്കെ കണ്ട സ്ഥിതിക്ക് ഇനി എന്താ കാര്യം എന്ന് പറയണ്ടല്ലോ. അപ്പം അത് തന്നെ, ഇവർ ചില്ലറക്കാരല്ല കേട്ടോ. ഇവരങ്ങ് കുവൈറ്റിലേക്ക് ഫ്ലൈറ്റ് കയറാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. മറ്റാർക്കും അല്ല, നമ്മുടെ സ്വന്തം പതിദേവന് വേണ്ടിയാണ് ഈ പ്രിപ്പറേഷൻ. വീട്ടിൽ പിന്നെ എന്ത് പണിയുണ്ടെങ്കിലും നമ്മൾ വിളിക്കാതെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ എത്തിയിരിക്കും. ഇന്നിപ്പോൾ അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം നിസോളാൻ്റെയാണ്. നാരങ്ങ ഭരണിയിലാക്കാനുള്ള നിസോളാൻ്റെയുടെയും എൻ്റെ സ്വന്തം അമ്മയുടെയും മൽപ്പിടുത്തമാണ് കുറച്ച് നേരത്തേക്കിനും നടക്കാൻ പോകുന്നത്. കടുക് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് മൂത്ത് വന്നപ്പോൾ മഞ്ഞപ്പൊടിയും വീണ് കഴിഞ്ഞിരിക്കുന്നു. കൺഫ്യൂഷൻ ഇനി മുളക് പൊടിയിലാണ്. ഇത് മതിയോ ഇത് മതിയോ ഇത് മതിയോ, രണ്ടുപേരും തമ്മിൽ ഭയങ്കര മൽപ്പിടുത്തം. എനിക്ക് വേണ്ടിയുള്ള മുളകിട്ട് കഴിഞ്ഞു. ഇനി അടുത്തതായി ഇച്ചിരി ഭംഗിക്ക് വേണ്ടിയുള്ള നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചിയുടെ കാശ്മീരി മുളക് പൊടി. അങ്ങനെ മുളക് പൊടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. അടുത്തതായി ഇതാവുന്നു നമ്മുടെ സ്വന്തം കായപ്പൊടി. കായപ്പൊടി ഇല്ലാതെ നമുക്ക് എന്താഘോഷം അല്ലേ? എല്ലാ കറിക്കും കായപ്പൊടി മസ്റ്റാണ്. ഇതാവുന്നു. ഇതെന്താ സാധനം? അടുക്കളയിൽ പതിവായി കയറുന്നത് കൊണ്ടാണ് കേട്ടോ. സാധനത്തിൻ്റെ പേരൊക്കെ ഞാൻ ഇടയ്ക്ക് മറന്നു പോകും. മറ്റൊന്നുമല്ല, ഉലുവാപ്പൊടിയായിരുന്നു അത്. അടുത്തതായി ഇതാവുന്നു നമ്മുടെ ഉപ്പ്. ഉപ്പില്ലാതെ എന്ത് കഞ്ഞി അല്ലേ? സോറി, നമ്മളിവിടെ അച്ചാറാണ് ഇടുന്നത്, നാരങ്ങ അച്ചാർ. ഉപ്പില്ലാതെ എന്ത് നാരങ്ങ അച്ചാർ. ഓക്കെ. അങ്ങനെ നമ്മുടെ കടൽ കടക്കാൻ യോഗമുള്ള നാരങ്ങക്കുട്ടന്മാർ വീഴുകയാണ്. ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി. നാരങ്ങ നമ്മൾ ആവിയിൽ പുഴുങ്ങി അരിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നേ. നമ്മൾ പഴയ മലയാളം മീഡിയം ആയതുകൊണ്ട് ചെറിയ അക്ഷരപിശകുകളൊക്കെ വരും. ദയവ് ചെയ്ത് സദയം ക്ഷമിക്കുക. അത് തന്നെ, നമ്മൾ എന്താ പറഞ്ഞു വന്നാൽ, ആവിയിൽ പുഴുങ്ങി അരിഞ്ഞു വെച്ചിരുന്ന നാരങ്ങകൾ തട്ടിയിട്ടപ്പോൾ ആദ്യം നാരങ്ങാ നീരാണ് വീണത്. നാരങ്ങാ നീര് ഒരുപാട് വീണ് കഴിഞ്ഞാൽ നാരങ്ങയ്ക്ക് കയ്പ്പ് കൂടും എന്ന് നിസോളാൻറ്റി. സാരമില്ല, നാരങ്ങയ്ക്ക് ഇച്ചിരി ചാറിരിക്കട്ടെ എന്ന് എൻ്റെ അമ്മ. തർക്കത്തിനൊടുവിൽ നീര് കളഞ്ഞ നാരങ്ങക്കുട്ടന്മാർ അങ്ങനെ ഉരുളിയിലേക്ക് വീണു. ഇനി എന്താ, നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. പിന്നെ വിനാഗിരി ഒഴിക്കാൻ മറക്കില്ല കേട്ടോ. വിനാഗിരിയൊക്കെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി എന്താ അടുത്ത പരിപാടി? നമ്മൾ ഇട്ട അച്ചാർ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കുക. ടേസ്റ്റ് നോക്കാൻ വേറെ ആരും വേണ്ട, ഞാൻ മാത്രം മതി. വെക്കാൻ അറിയില്ലെങ്കിലും വെച്ചത് തിന്നാൻ നമുക്കറിയാം. ഉപ്പിൻ്റെ കാര്യത്തിലൊരു കൺഫ്യൂഷൻ. കുറച്ച് കൂട്ടർക്ക് വേണം, കുറച്ച് കൂട്ടർക്ക് വേണ്ട. അവസാനം അതിലും ഒരു തീരുമാനമായി കുറച്ചുകൂടി ഉപ്പാകാം. ഉപ്പ് പോരട്ടെ. പാകത്തിന് ഉപ്പിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. എനിക്ക് ഈ ടീസ്പൂൺ ടേബിൾ സ്പൂൺ കണക്ക് പറയാൻ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ അമ്മമാർക്ക് എന്ത് ടീസ്പൂൺ എന്ത് ടേബിൾ സ്പൂൺ, അവർക്കെല്ലാം കൈക്കണക്കല്ലേ. ആള് കാണാൻ നല്ല മൊഞ്ചനാണെങ്കിലും നല്ല കയ്പനായിരുന്നേ. ഇത്തി പഞ്ചസാര ഇട്ട് കയ്പൊന്ന് ബാലൻസ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കേട്ടില്ല. പിന്നെ അവർ രണ്ടുപേരും കാണാതെ ഞാൻ ഇച്ചി പഞ്ചസാര ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു, എൻ്റെ സൈജാജിന് വേണ്ടിയിട്ടല്ലേ. അങ്ങനെ നാരങ്ങ അച്ചാർ റെഡി ആയിരിക്കുന്നു. കടൽ കടക്കാൻ ഇനിയും ഐറ്റങ്ങൾ ബാക്കിയുണ്ട്. പാർട്ടായി ഇടുന്നതായിരിക്കും. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ.